ഹായ്, ഇസ്മി പ്രിൻസ്. എല്ലാവർക്കും ബ്ലാക്ക് ടൗളിയുടെ ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക. എനിത്തിങ് ഹാപ്പി ലൈഫ് വാസ് ടു ഗോ ഓൺ ഓൾവേസ് പോസിറ്റീവ് ആയി. അപ്പം നമ്മളിന്ന് നോക്കുന്നത് പൂനെ സ്പെഷ്യാലിറ്റീസ്, പൂനെയുടെ പ്രത്യേകതകൾ. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളൊന്ന് നോക്കുന്നത്. പൂനെ മഹാരാഷ്ട്രയിലെ ഒരു പ്രധാനപ്പെട്ട നഗരമാണ് പൂനെ എന്നത്. പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് പൂനെ. മഹാരാഷ്ട്രയിലെ ഡെക്കാൻ പീഠഭൂമിയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. പൂനെ നഗരം, ഇതിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 7.2 ദശലക്ഷമാണ്. 7.2 ദശലക്ഷമാണ് ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് 484.61 കിലോമീറ്റർ സ്ക്വയറാണ് ഇവിടുത്തെ ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 8ാമത്തെ മെട്രോപൊളിറ്റൻ നഗരമാണ്, പ്രദേശമാണ് പൂനെ എന്നത്. അതും മറ്റൊരു പ്രത്യേകതയാണെന്ന് പറയാം. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളുടെ സാന്നിധ്യം കാരണം കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുന്നു പൂനെ. ഇതിന് ഈ പേര് വരുവാനായിട്ടുള്ള കാരണം പണ്ട് പുണ്യ വിഷയം എന്നായിരുന്നു ഈ നഗരത്തിൻ്റെ പേര്. അതായത് ബി സി കാലഘട്ടത്തിൽ പുണ്യ വിഷയം. ആ പുണ്യ വിഷയം പിന്നീട് പൂണക എന്നായി, പിന്നത് പൂണ എന്നായി, പിന്നത് പൂനെ എന്നായി, പിന്നത് ഇപ്പോൾ കാണുന്ന പൂനെ എന്നായി. അങ്ങനെ പരിണമിച്ചാണ് ഇപ്പോൾ പൂനെ എന്ന പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. നഗരത്തിൻ്റെ ചരിത്രം നോക്കുമ്പോൾ BC 758 ഈ നഗരം സ്ഥാപിച്ചത്. ഇത് സ്ഥാപിച്ചത് രാഷ്ട്രകൂട രാജവംശം, അവരായിരുന്നു ഇത് സ്ഥാപിച്ചത്. അവിടെ നിന്നും കണ്ടെത്തിയ ചെമ്പ് തകിടുകളൊക്കെ ഇത് ചരിത്രകാരന്മാർ അവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ചെമ്പ് തകിടുകളൊക്കെ രാഷ്ട്രകൂട രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ. പിന്നീട് പല രാജവംശങ്ങളും ഇവിടെ ഭരിച്ചു. ഫസ്റ്റ് രാഷ്ട്രകൂടയുടെ രാജവംശം, പിന്നീട് അഹമ്മദ് നഗർ സുൽത്താനേറ്റ്, പിന്നീട് മുഗൾ ചക്രവർത്തിമാർ, പിന്നീട് മറാത്ത രാജവംശം, പിന്നീട് ബ്രിട്ടീഷുകാർ. അങ്ങനെ പല രാജവംശങ്ങളും പിന്നീട് ബ്രിട്ടീഷുകാരും ഇവിടം ഭരിച്ചു. 15ാം നൂറ്റാണ്ട് ആ കാലഘട്ടമായപ്പോഴേക്കും മുഗൾ ചക്രവർത്തിമാരുടെ കൈകളിലായി. മുഗൾ ചക്രവർത്തിമാരുടെ കാലഘട്ടത്തിൽ മുഫിയാബാദ് എന്ന പേരിലായിരുന്നു ഈ നഗരം അറിയപ്പെട്ടിരുന്നത്. ഔറംഗസേബ് ആയിരുന്നു ഈ നഗരത്തിന് ഈ പേര് ഇട്ടത്, മുഫിയാബാദ് എന്നത്. പിന്നീട് മറാത്ത സാമ്രാജ്യത്തിൻ്റെ കൈകളിലായി 18ാം നൂറ്റാണ്ടിൽ. പിന്നീട് 1818 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൈവശപ്പെടുത്തി ബ്രിട്ടീഷുകാരുടെ കൈകളിലായി. 1857 അവരത് മുനിസിപ്പൽ പദവി കൊടുത്തു. 1858 അവർ പൂനെ എന്ന പേര് ഇട്ടത്. 1858 പൂനെ എന്ന പേര് കൊടുത്തത്. പൂന എന്ന പേരായിരുന്നു ബ്രിട്ടീഷുകാർ കൊടുത്തത് 1858. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. പിന്നീട് 1960 മഹാരാഷ്ട്ര സംസ്ഥാനം രൂപീകരിച്ചപ്പോൾ മഹാരാഷ്ട്ര സംസ്ഥാനത്തോട് ചേർന്നു. 1978 പൂനെ എന്ന പേര് ആക്കി മാറ്റിയത്. 1978 1950 പൂന മുനിസിപ്പൽ കോർപ്പറേഷൻ രൂപീകരിച്ചതും. സ്വാതന്ത്ര്യത്തിന് ശേഷം പിന്നീടുള്ള നഗരത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് വളരെ പെട്ടെന്നായിരുന്നു. മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നാണ് പൂനെ എന്നത്. ഇന്നും അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നീട് ഒട്ടേറെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രികളൊക്കെ വന്നതോടുകൂടി കിഴക്കിൻ്റെ ഓക്സ്ഫോർഡ് എന്ന പേരിലും ഈ നഗരം അറിയപ്പെടുവാനായിട്ട് തുടങ്ങി. അങ്ങനെ പെട്ടെന്നൊരു വളർച്ചയായിരുന്നു പിന്നീട് പൂനെ സിറ്റി കണ്ടതെന്ന് പറയാം. പൂനെ സിറ്റി, പുണ്യഭൂമി അല്ലെ പുണ്യ വിഷയം എന്ന പേരിൽ നിന്നുമാണ് ഈ പേര് വരുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത്. ഡെക്കാൻ പീഠഭൂമിയിലാണ് ഈ നഗരം സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒന്നാണ് പൂനെ എന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടേക്ക് കെയർ, ബൈ.